السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. صدق الله العلي العظيم. വേദിയിൽ ഉപവിഷ്ടരായ ഈ മഹത്തായ പരിപാടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട YP അബൂബക്കർ മൗലവി, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മമ്പുദാരിമി ഉസ്താദ്, അതുപോലെ തന്നെ YP അബൂബക്കർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കൾ, ഉമറാക്കൾ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന പണ്ഡിത സഹോദരങ്ങളെ, മുത്തഅല്ലിമുകളെ, കാരണവന്മാരെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മ സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സൽക്രമമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നാളെ പാരത്രിക ലോകത്ത് നന്മയുടെ തട്ടിൽ വലിയ ഭാരം തൂങ്ങുന്ന സൽക്രമങ്ങളുടെ കൂട്ടത്തിൽ ഈ സദസ്സിനെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടം സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫലി ഉസ്താദ് അവറുകൾ അല്പസമയത്തിനകം നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരാനിരിക്കുകയാണ്. അതിനാമുഖമായി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എണ്ണീറ്റ് നിന്നതിൻ്റെ ഉദ്ദേശ്യം. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്തെടുത്ത മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പ്രവാചകരുടെ അവസാനത്തെ 10 കുറിച്ച് ഹദീസുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 റമദാനുകളിലാണ് ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. റമദാൻ മാസം എന്നുള്ളതല്ല, റമദാൻ നിർബന്ധമായതിനു ശേഷം, നോമ്പ് നിർബന്ധമായതിനു ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 റമദാനിലാണ് ജീവിച്ചിട്ടുള്ളത്. അതിൽ 8 റമദാനും 29 ദിവസമായിരുന്നു. ഒരു റമദാനാണ് 30 ദിവസം പ്രവാചകർക്ക് ലഭിച്ചത്. അവസാന 10 പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗപ്പെടുത്തിയ ശൈലി മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകർ ഒന്ന് പരിപൂർണമായി ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയമാണ് അവസാനത്തെ 10. അത് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രി മാത്രമല്ല, ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കാരണം അല്ലാഹു ഈ 10 ഒന്നാകെ തെരഞ്ഞെടുത്തതാണ്. ഇന്നല്ലാഹ ഇഖ്താറ മിനസ് സനതി 13 അല്ലാഹു ഒരു വർഷത്തിൽ 3 10കളെ പ്രത്യേകമായി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബി കലണ്ടർ പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 350 ദിവസമായിരിക്കും ഉണ്ടാവുക. 350 ചില്ലാന ദിവസം ഒരു വർഷം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആകുമ്പോൾ 365 ദിവസം ഉണ്ടാകും. ആ 350-ൽ 3 10കളെ 35 10 ഉണ്ടാവുക. അതിൽ 3 10കൾ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്.
ആ 10 ദിവസത്തിനും പ്രത്യേകതയുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്നല്ല, അതിന്റെ ബറക്കത്ത് കാരണം അവസാനത്തെ 10 ഉടനീളം ബറക്കത്തുള്ള സമയമാണ്. അത് ഒന്ന് ദുൽഹിജ്ജ 1 മുതൽ 10 മറ്റൊന്ന് മുഹറം 1 മുതൽ 10. മൂന്നാമത്തത് ഏറ്റവും പ്രധാനം റമദാനിന്റെ അവസാനത്തെ 10 ലി ബറക്കത്തി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ ബറക്കത്ത് കാരണമായി അവസാനത്തെ 10 മുഴുവനും ബറക്കത്താണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിലെ ഒറ്റയിട്ട രാവുകളിലാണ് നമ്മളിപ്പോ, അതിലെ പ്രധാനപ്പെട്ട 25-ാം രാവിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. പ്രവാചകർ അവസാനത്തെ 10 ഉപയോഗപ്പെടുത്താറുള്ളത് പ്രധാനമായും പരിശുദ്ധ ഖുർആൻ പാരായണത്തിന്, ദിക്റുകൾ ചെല്ലാൻ, നിസ്കരിക്കാൻ, സ്വതക്ക ചെയ്യാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ്. ഭാര്യമാരിൽ നിന്ന് പോലും അകന്നു നിന്ന് ഈ 10 ദിവസം അതിനുവേണ്ടി പ്രവാചകർ മാറ്റിവെക്കാറായിരുന്നു പതിവെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ചാരത്തുള്ള ലിവാഉൽ ഹുദ എന്ന് പറയുന്ന സ്ഥാപനം നമുക്കൊക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ഇങ്ങനെ നന്മയുടെ മജ്ലിസ് തീർക്കാൻ വലിയ അവസരം നൽകിയിരിക്കുകയാണ്. ഇൽമിയായ സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകമായ സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള നന്മകൾ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, കഠിനാധ്വാനം ചെയ്യുക. നമ്മുടെ ഒരു തിരുനോട്ടം എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനം കടന്നു വരിക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗ കവാടത്തിലേക്ക് 4 വിഭാഗം ആളുകൾ കടന്നു വരുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സ്വലാത്തുകളൊക്കെ ചൊല്ലി, അതാലും വലിയ ദിക്റിന്റെ മജ്ലിസ് നമ്മളിലേക്ക് കടന്നു വരാൻ ഇരിക്കുകയാണ്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, പ്രവാചകരുടെ ഹദ്റത്തിലേക്ക് നമ്മൾ അയക്കുന്ന ഈ സ്വലാത്തുകൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത അമലുകളാണ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്ന് അൽ ആലിമുല്ലദീ അമല ബിഇൽമിഹി, ഇൽമനുസരിച്ച് പ്രവർത്തിച്ച ആലിമിനെ നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ കൊണ്ടുവരപ്പെടും. മറ്റൊന്ന് അൽ ഹാജുല്ലദീ ഹജ്ജ ബിഗൈരി ഗഫല, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്ത ആളെ നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിലേക്ക് കൊണ്ടുവരപ്പെടും. അതുപോലെ തന്നെ മൂന്നാമത് ഷഹീദിനെയും നാളെ സ്വർഗ്ഗ കവാടത്തിലേക്ക് കൊണ്ടുവരപ്പെടും. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, അതുപോലെ തന്നെ അസ്സഖിയുല്ലദീ ഇക്തസബ മിനൽ ഹലാലി വഅൻഫഖഹു ഫീ സബീലില്ലാഹി ബിഗൈരി റിയാ, ലോകപ്രസക്തിയോ അല്ലെങ്കിൽ ആളുകളുടെ പ്രശംസയോ ഒന്നും കാംക്ഷിക്കാതെ ഹലാലായ സമ്പാദ്യത്തിലൂടെ സമ്പാദ്യം നേടിയെടുക്കുകയും നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്ത ധർമ്മിഷ്ഠനെയും നാളെ സ്വർഗ്ഗ കവാടത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ശ്രദ്ധിക്കണം, 4 വിഭാഗം ആളുകളെ നേരിട്ട് ഹിസാബില്ലാതെ സ്വർഗ്ഗ കവാടത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് പണ്ഡിതനാണ്, ആ ഇൽമനുസരിച്ച് പ്രവർത്തിച്ച ആലിമിനെ. അതുപോലെ തന്നെ യാതൊരു തെറ്റുമില്ലാതെ പൊങ്ങച്ചമില്ലാതെ ആത്മാർത്ഥതയോടുകൂടെ ഹജ്ജ് ചെയ്തവനെ. മറ്റൊന്ന് ഷഹീദിനെ. അതോടൊപ്പം തന്നെ ഹലാലിൽ നിന്ന് സമ്പാദിച്ച് ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് ചെലവഴിച്ച ധർമ്മിഷ്ഠനെ. ഈ 4 പേരെ നാളെ ഹിസാബില്ലാത്ത സ്വർഗത്തിലേക്ക് കൊണ്ടുവരപ്പെടും. സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് ചെറിയൊരു തർക്കം നടക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം കയറേണ്ടത്? ഹാജിയാണോ, ആലിമാണോ, ധർമ്മിഷ്ഠനാണോ, ഷഹീദാണോ എന്നുള്ളൊരു തർക്കം സ്വർഗ്ഗ കവാടത്തിൽ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ ഇടയിൽ തീർപ്പ് കൽപ്പിക്കാൻ പറഞ്ഞേക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ ആദ്യമായി ഷഹീദിനെ വിളിക്കും. നീ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയൂ എന്ന് പറയും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യാതൊരു പേടിയുമില്ലാതെ ഞാൻ രക്തസാക്ഷിയാകുമെന്ന് ഉറപ്പിച്ചിട്ട് പോലും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഘോരഘോരം യുദ്ധം ചെയ്യാൻ സന്നദ്ധനായവനാ. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമേ എനിക്ക് എൻ്റെ മുമ്പിൽ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. വേറൊരു കാഴ്ച നടത്തലോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനമോ എൻ്റെ മുമ്പിൽ എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ല. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമത്രേ, ഇങ്ങനെ ഷഹീദായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയാൽ നിനക്ക് ഇത്ര വലിയ പ്രതിഫലമുണ്ടെന്ന് ആരാണ് നിനക്ക് പഠിപ്പിച്ചു തന്നത്?
ആ സമയത്ത് പറയും, എനിക്ക് ആലിമീങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാണ്, ആലിമീങ്ങൾ എനിക്ക് ഉപദേശം നൽകിയപ്പോഴാണ് ഷഹീദിന് ഇത്ര വലിയ പ്രതിഫലമുണ്ടെന്ന് ഞാൻ പഠിച്ചതെന്ന് അവിടെ വെച്ച് ഷഹീദ് മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും അത്രേ. ആ സമയത്ത് ജിബ്രീൽ പറയും, നിന്റെ അധ്യാപകനേക്കാൾ നീ മുന്നിലേക്ക് കടക്കരുത്, നീ അദബ് പാലിക്കണം, നിനക്ക് ഷഹീദായാൽ വലിയ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന ആലിമല്ലടോ സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്, നീയല്ലല്ലോ സ്വർഗത്തിലേക്ക് കടക്കേണ്ടതെന്ന് പറയുമ്പോൾ ഷഹീദ് അവിടെ പത്തി മടക്കുകയാണ്. ശരിയാണല്ലോ, എനിക്ക് ഇത്ര വലിയ പ്രതിഫലമുണ്ടെന്ന് അറിയിച്ചു തന്നത് ആലിമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നോട്ടടിക്കാമെന്ന് പറഞ്ഞ് ഷഹീദ് മാറി നിൽക്കും. അതുപോലെ തന്നെ ഹാജിയെ സ്വർഗ കവാടത്തിലേക്ക് കൊണ്ടുവന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും അത്രേ, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ കുറിച്ചൊന്ന് പറയൂ. ത്യാഗം സഹിച്ച് സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ആരോഗ്യമുള്ള കാലത്ത് പരിശുദ്ധ കഅബ ശരീഫിന്റെ ചാരത്ത് ചെന്ന് ഞാൻ അള്ളാഹുവിന് മനസ്സറിഞ്ഞുകൊണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ നിർവഹിച്ചിട്ടുണ്ട്. മറ്റൊരു റിയാഓ ലോക പ്രസക്തിയോ ഒന്നും എനിക്കതുകൊണ്ട് ലക്ഷ്യമുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്വർഗപ്രവേശനം വേണമെന്ന് ഹാജി പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും അത്രേ, ഹജ്ജ് ചെയ്താൽ നിനക്ക് ഇത്ര വലിയ പ്രതിഫലമുണ്ട് ആരാണോ നിനക്ക് പഠിപ്പിച്ചു തന്നത്? അപ്പോഴും പറയും, ആലിമാണ് പഠിപ്പിച്ചു തന്നത്, ആലിമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടതാണ്, ആലിമീങ്ങളുടെ ക്ലാസുകൾ കേട്ടതാണ്, ആലിമീങ്ങളുടെ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പറയും, നീ അദബിനെ സൂക്ഷിക്കില്ല, നിന്റെ മുഅല്ലിമിനേക്കാൾ നീ മുൻകടക്കരുത്. നിന്നെ പഠിപ്പിച്ച അധ്യാപകനല്ലയോ, നിന്നെ പഠിപ്പിച്ച ഉസ്താദല്ലയോ നിന്റെ മുമ്പ് സ്വർഗത്തിലേക്ക് കടക്കേണ്ടതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജിയോട് പറയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ കൊണ്ടുവരിക സഹീനെയാൻ, ധർമ്മിഷ്ഠനെ. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ, ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് നേടിയെടുത്തു, ഹലാലായ മാർഗത്തിൽ തന്നെ അതിനെ ചെലവഴിച്ചു അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അവനെ കൊണ്ടുവരപ്പെടും. അള്ളാഹുവേ, ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ എൻ്റെ സമ്പത്ത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു റിയാവും ഉദ്ദേശിച്ചു കൊണ്ടല്ല, നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ ഈ സ്വതക്കകൾ നൽകിയത്, ഞാനത് ചെലവഴിച്ചത്. അതുകൊണ്ട് അള്ളാഹുവേ, എനിക്ക് സ്വർഗത്തിലേക്ക് മുന്നിൽ പ്രവേശിക്കണമെന്ന് സഹീ പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയും ഇടപെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കും, അല്ലയോ മനുഷ്യ, ഇങ്ങനെ ധർമ്മം കൊടുത്താൽ നിനക്ക് ഇത്ര വലിയ പ്രതിഫലമുണ്ടെന്ന് നിനക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? സഹീ പറയും, അത് ആലിമാൻ എനിക്കത് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ പറയും, നിന്റെ ഉസ്താദിനേക്കാൾ നീ മുൻകടക്കുകയാണോ? നീ മര്യാദയെ കാത്തു സൂക്ഷിക്ക്. ലാ തഖദ്ദം അലാ മുഅല്ലിമിക്, നിന്റെ അധ്യാപകനേക്കാൾ നീ മുൻകടക്കല്ലേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും. പിന്നെ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഇൽമു പഠിക്കുകയും ആ ഇൽമനുസരിച്ച് ഇൽമു പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആലിമിനെയാണ് പിന്നെ കൊണ്ടുവരപ്പെടുക. ആലിമിനെ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാൻ ആലിമിനെല്ലാവരും സെലക്ട് ചെയ്യും. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കപ്പെടാൻ വേണ്ടി ആലിമിനെ തെരഞ്ഞെടുക്കപ്പെടുമ്പോ ആലിമ് പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇലാഹി മാ ഹസൽതുൽ ഇല്ലാ ബിസഖാവതി സഖിയിൻ വബിസബബി ഇഹ്സാനിഹി. ഞാൻ ഇൽമു പഠിച്ചത് അള്ളാഹുവേ നാട്ടിലെ ധർമ്മിഷ്ഠരുടെ ധർമ്മം കൊണ്ടാ. എനിക്ക് ഭക്ഷണം നൽകിയത് നാട്ടിൽ ധർമ്മിഷ്ഠരാണ്, എനിക്ക് വെള്ളം നൽകിയത്, എനിക്ക് സൗകര്യങ്ങൾ നൽകിയത് നാട്ടിലെ ധർമ്മിഷ്ഠന്മാരാണ്. ഇൽമു പഠിക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നത് ഈ സഖിയുകളാണ്, ഈ ധർമ്മിഷ്ഠന്മാരാണ്. അള്ളാഹുവേ, അവരുടെ വലിയ ഔദാര്യമില്ലായിരുന്നുവെങ്കിൽ, അവരുടെ വലിയ സ്വതക്കകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആലിമാകുമായിരുന്നില്ല റബ്ബേ. അതുകൊണ്ട് എൻ്റെ മുമ്പ് എന്നെ ഇൽമു പഠിപ്പിക്കാൻ സഹായിച്ച ഇവിടുത്തെ ധർമ്മിഷ്ഠരെ, സഹായികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് ആലിമ് സ്വർഗ കവാടത്തിൽ വെച്ച് സഖിയിന് വേണ്ടി, ധർമ്മിഷ്ഠന് വേണ്ടി വാദിക്കുമെന്ന് സാദിഖുൽ മസ്തൂഖ് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ,
ലിവാഹുൽ ഹുദ സംഘടിപ്പിച്ച ഈ സദസ്സിന് മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത്, നമ്മുടെ കൃഷ്ണമണി പോലെ നമ്മൾ പോറ്റി വളർത്തേണ്ട സ്ഥാപനമാണത്. നമ്മളുടെ കരങ്ങളെ കൊണ്ടൊരു 100 രൂപ നൽകിയാൽ, അല്ലെങ്കിൽ ഒരു ചാക്ക് അരി നൽകിയാൽ, ഒരു ചാക്ക് പഞ്ചസാര നൽകിയാൽ, അത് ആലിമീങ്ങളെ വളർത്തിയെടുക്കാൻ നമ്മൾ ചെയ്യുന്ന വലിയൊരു വേണ്ടി ബാധിക്കാൻ ഇൽമു പഠിച്ച ആലിമീങ്ങൾ, ഇൽമനുസരിച്ച് പ്രവർത്തിച്ച ആലിമീങ്ങൾ നാളെ സ്വർഗ്ഗ കവാടത്തിൽ ഉണ്ടാകുമെന്നാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ സൗഭാഗ്യം, കൃത്യമായി നമുക്ക് പ്രാർത്ഥന ലിവാഹുൽ ഹുദയുടെ അങ്കണത്തിൽ എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ സജീവമായി ഉണ്ടാകാറുള്ള കമ്മിറ്റി അംഗത്തെ ഈ വർഷം റമദാനിന്റെ പ്രഭാഷണത്തിന് ചെന്നപ്പോൾ കാണുന്നില്ല. 3 ക്ലാസ്സുകളാണ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. 3 ക്ലാസ്സിലും സഹോദരിമാരെല്ലാവരും, അവിടെയുള്ള എല്ലാവരും നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി. അല്ലാഹുവേ, അവിടെ നടന്ന 2ാം നിലയുടെ വാർപ്പിന്റെ ആദ്യത്തെ കോൺക്രീറ്റ് അത് ആദ്യമായി ഇട്ടത് ആ വ്യക്തിത്വമാണ്. അന്ന് വരെ അവിടെ കൂടെയുണ്ടായിരുന്നു. പക്ഷേ റമദാനു ഷരീഫിന്റെ തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി 6 അടി മണ്ണിലേക്ക് ചെന്ന് ചേർന്നിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ എന്തെല്ലാം നന്മകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവോ, ആ സ്ഥാപനത്തിൽ എന്തെല്ലാം നന്മകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുവോ, അതൊക്കെ മുറിയാതെ ആ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തിച്ചേരുകയാണ്. അള്ളാഹു നമ്മൾ കിടക്കുമ്പോഴും ഒരുപാട് നന്മകൾ നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. അള്ളാഹുവേ, ആ ഉപ്പയുടെ ആ സഹോദരന്റെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. മുറിയാതെ നമ്മുടെ ഖബറിലേക്ക് പ്രാർത്ഥനകളാണ്. ഇൽമിന്റെ മാർഗത്തിൽ നമ്മുടെ സജീവമായ സഹകരണം ഉണ്ടാകണം. ഈ പ്രദേശത്തുകാരോടും അയൽ പ്രദേശത്തുകാരോടും ഈ സദസ്സിലെത്തിയവരോടും ഓൺലൈനിൽ ഇത് നിരീക്ഷിക്കുന്നവരോടും വീക്ഷിക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപുരമായി നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണം. ഒരു ചാക്ക് അരിയാണ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് അവിടേക്ക് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് സമർപ്പിക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ ഈ പരിപാടിയുടെ ഭാഗമായി, ഇതൊരു പിരിവിന്റെ പരിപാടിയല്ല എങ്കിൽ പോലും പരിശുദ്ധ റമദാനു ശരീഫിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരം. ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവണം. നമ്മുടെ പ്രവർത്തകന്മാർ ഈ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, സ്വദഖകൾ എല്ലാം വ്യത്യസ്ത രൂപത്തിലാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 1 രൂപ ഒരാൾ ആരോഗ്യമുള്ള അധ്വാനിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കൊടുത്താൽ മിനിമം 10 കൂലിയാണ് അവന് നൽകപ്പെടുക. എന്നാൽ 1 രൂപ ആരോഗ്യമില്ലാത്ത, കണ്ണ് കാണാത്ത, കാലില്ലാത്ത, പ്രതിസന്ധിയുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ മിനിമം അതിന് 90 രൂപ കൊടുത്ത പ്രതിഫലമാണ് ലഭിക്കുക. അതുപോലെ തന്നെ 1 രൂപ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ക്ഷീണിച്ച ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ആരോഗ്യമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ 1 രൂപക്ക് 900 രൂപയായിരിക്കും ലഭിക്കുക. മാതാപിതാക്കളെ നോക്കേണ്ട ബാധ്യത ഏതായാലും ഉണ്ട്. എങ്കിൽ പോലും അതിലപ്പുറം ഉപ്പാനെ സന്തോഷിപ്പിക്കാൻ, ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ ഒരാൾ 1 രൂപ കൊടുത്താൽ അതിന് 1 ലക്ഷം പ്രതിഫലമാണ് അവന് ലഭ്യമാകുകയെന്ന് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ നമ്മെ പഠിപ്പിക്കുകയാണ്. അവസാനം അവിടുന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം ഇങ്ങനെയാണ്: ഒരാൾ 1 രൂപ പരിശുദ്ധ ഇൽമിന് വേണ്ടി ചെലവഴിച്ചാൽ, മുതഅല്ലിമിന്, ആലിമിന്, അതുപോലെ തന്നെ ഇൽമി വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ 1 രൂപക്ക് അള്ളാഹു നൽകുക 90 ലക്ഷം രൂപ നൽകിയതിന്റെ പ്രതിഫലമാണെന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലിവാഹുൽ ഹുദ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സ്ഥാപനത്തിന്റെ ഭാരവാഹികളും അതിന്റെ അഭ്യുദയകാംക്ഷികളും നിങ്ങളോട് സമീപിക്കുമ്പോൾ ആ മക്കളുടെ ഭക്ഷണത്തിലേക്കുള്ള അരിയോ അല്ലെങ്കിൽ മറ്റു സാധന സാമഗ്രികളോ അതിന്റെ നിർമ്മാണത്തിലേക്കോ ഒക്കെ നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് വേദിയിലേക്ക് എത്തിയ ഈ അവസരത്തിൽ ഇനി ഞാൻ സുദീർഘമാക്കുന്നില്ല. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.